നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ദൃഷ്ടികോൺ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ വാക്കുകൾ, കർമ്മങ്ങൾ, അതായത് ടോട്ടൽ പേഴ്സണാലിറ്റി നമ്മുടെ വ്യക്തിത്വം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ വ്യക്തിത്വം പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ശരീരബോധത്തിൻ്റെ ആധാരത്തിലാണ് അല്ലേ? ഞാൻ ഈ ശരീരമാണ്, എൻ്റെ ശരീരത്തിലൊരു ആത്മാവുണ്ട്. ഈ ഒരു തലകീഴായ ചിന്താരീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ യഥാർത്ഥ ബോധം, സത്യബോധം അഥവാ യഥാർത്ഥ തിരിച്ചറിവ് എന്നുള്ളത് ഞാൻ ആത്മാവാണ്, ഇതെൻ്റെ ശരീരമാണ്. ഇത്രയും വ്യത്യാസമുണ്ട് ഞാൻ എൻ്റെ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ. അപ്പോൾ ഞാൻ ആത്മാവാണ്, ആ ബോധം നമ്മളിലേക്ക് വരുമ്പോൾ എന്നോടൊപ്പം ഉള്ളവരെല്ലാവരും ചൈതന്യ ആത്മാക്കളാണ്. ഓരോരുത്തർക്കും ഈ നാടകത്തിൽ എന്തെന്ത് റോളാണോ അഭിനയിക്കാനുള്ളത്, എന്ത് പാർട്ടാണോ കിട്ടിയിരിക്കണേ, അതിനനുസരിച്ച് ഓരോരുത്തർ അവരവരുടെ കഥാപാത്രങ്ങളെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോധതലത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അപ്പം മാത്രമേ ആത്മാവിന് സ്വതസിദ്ധമായ സുഖത്തിന്റെ, ശാന്തിയുടെ, സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകും. കാരണം ഇപ്പൊ നമ്മൾ എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കണേ? ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധത്തിലേക്ക് വന്നപ്പോൾ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പദവി, ഇതിൻ്റെ സ്ഥാനം, മാനം, പേര്, പ്രശസ്തി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ആധാരത്തിലൊരു അസ്തിത്വം, അതിൻ്റെ ആധാരത്തിൽ സുഖവും ശാന്തിയും സന്തോഷവും കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾക്കെല്ലാം അറിയാം. നമുക്ക് എത്ര പേരും പ്രശസ്തിയും സ്ഥാനമാനങ്ങളും സമ്പാദ്യവും സ്ഥൂല രീതിയിൽ നമുക്ക് എത്ര ബന്ധുക്കളും മിത്രങ്ങളും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും മനസ്സിന് സദാകാലത്തെ സുഖമോ ശാന്തിയോ സന്തോഷമോ നിലനിർത്താൻ ഈ ഒരു ഭൗതികമായ വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സദാ നമുക്ക് സുഖം തരാൻ പറ്റില്ല. ഇന്ന് സുഖം തരുന്ന ആള് തന്നെ നമുക്ക് ദുഃഖം തരുന്ന ആളെ, ഇന്ന് സന്തോഷം തരുന്ന വസ്തുവിൽ നിന്ന് തന്നെ നാളെ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ തന്നെ നോക്കിക്കോളൂ, നമ്മളുടെ രക്തബന്ധങ്ങൾ നോക്കിക്കോളൂ, എന്തെല്ലാം സാധന സാമഗ്രികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ആ സാധനങ്ങൾ തന്നെ നോക്കൂ. ഇന്നിപ്പോ കറണ്ട് ഏറ്റവും സുഖദായിയാണ്. കാരണം എല്ലാം നിലനിൽക്കുന്നത് കറണ്ടിന്റെ ആധാരത്തില്. പക്ഷെ അതേ കറണ്ട് തന്നെ മനുഷ്യന് അത്ര കഷ്ടവും തരുന്നുണ്ട് ഇല്ലേ? ഒരു ഷോക്ക് അടിച്ചു, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായി, അതിന്റെ പിന്നിൽ എത്രത്തോളം ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തില് നമ്മൾ എപ്പോഴാണോ ഈ ശരീരവുമായി ബന്ധപ്പെട്ട സാധനങ്ങളും സാമഗ്രികളും സ്വരുക്കൂട്ടി വെച്ചിട്ട് അതിൽ നിന്ന് സുഖവും ശാന്തിയും സന്തോഷവും സമാധാനവും കാണാനുള്ള നമ്മുടെ വ്യഗ്രത, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കേവലം ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ സാധനങ്ങളും വസ്തുതകളും മാത്രമാണ്. പക്ഷെ ഈ ശരീരം ഒരു കാർ മാത്രമാണ്, അത് നമ്മൾ മറന്നുപോയി. ഈ ദേഹം കാറ് മാത്രമാണ്, ഞാൻ ആത്മാവാണ് ഇതിന്റെ ഡ്രൈവർ. ആ ബോധം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ കാറാണെന്നുള്ള ബോധത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് പറ്റിയ അബദ്ധം. അപ്പൊ ആ അബദ്ധത്തെ നമുക്ക് തിരുത്തേണ്ടതുണ്ട്. ഞാൻ ഡ്രൈവറാണ്, ഇതെന്റെ കാറാണ്. ഈ ശരീരം ഒരു കാർ മാത്രമാണ്, ഞാൻ ആത്മാവാണ്, ആത്മാവായി ഞാനാണ് ഡ്രൈവർ. ആ ബോധതലത്തിലേക്ക് നമുക്കിപ്പോൾ തിരിച്ചു വരണം. കാരണം ഞാൻ ആത്മാവാണെന്നുള്ള ബോധം വരുമ്പോഴാണ് ആത്മാവിലുള്ളതാണ് ശാന്തി. ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാണ്. ആ ബോധമേ നമ്മുടെ മനസ്സിന് ശാന്തി നൽകുള്ളൂ. ഞാൻ സ്നേഹ സ്വരൂപ ആത്മാവാണ്, ആത്മാവ് എന്നിലുള്ളത് സ്നേഹമാണ്. ആ ബോധതലത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് മറ്റുള്ളവരെ പ്രതിയും ആ ആത്മീയ സ്നേഹം നമുക്ക് ഇങ്ങോട്ട് തന്നാലും തന്നില്ലെങ്കിലും നമുക്ക് അങ്ങോട്ട് സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറാൻ അപ്പോഴേ കഴിയും. കാരണം എൻ്റെ കൂടെയുള്ളതെല്ലാം സഹോദരാത്മാക്കളാണ്. ആ ഒരു അവബോധം നമുക്ക് ശത്രുവിനെ, മിത്രത്തെ എല്ലാവരെയും പ്രതി ആ സ്നേഹത്തിന്റെ ഒരു ദൃഷ്ടികോൺ നിലനിർത്താൻ നമ്മളെ സഹായിക്കും. നമ്മൾ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫില്, ദൈനംദിന ജീവിതത്തില് നമുക്ക് ഈ മൂന്നാം കണ്ണ് തുറക്കണം, ആത്മനേത്രം തുറക്കണം. മൂന്നാം കണ്ണർത്ഥം ആത്മാവ്, ആത്മനേത്രം. സാധാരണ ചന്ദനവും തിലകവും എല്ലാം നമ്മൾ ഇവിടെയല്ലേ വെക്കണേ? കാരണം ഈ ആത്മനേത്രം, മൂന്നാം കണ്ണ് അഥവാ ആത്മാവ് ഇതിനുള്ളിലാണ് കുടികൊള്ളുന്നത്. അതിന്റെ ഓർമ്മയ്ക്കാണ് നമ്മളിത് ചെയ്യുന്നത്. ആത്മസ്മൃതിയുടെ തിലകമാണിത്.
യഥാർത്ഥത്തില് ഇന്ന് നമ്മളെല്ലാവരും തിലകിടും, പൊട്ടിടും, ചന്ദനം ഇടും. പക്ഷെ ഞാൻ ആത്മാവാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആത്മാവാകുന്ന ചേതന, ഞാൻ ചൈതന്യശക്തി, ഈ ശരീരം ഉപയോഗിച്ച് ഈ കർമ്മക്ഷേത്രത്തില് നമ്മൾ നമ്മളുടെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ പറയാറുണ്ടല്ലോ, ഷേക്സ്പിയർ തന്നെ പറയാറില്ലേ, ഇത് നാടകശാലയാണ്, നമ്മളെല്ലാവരും അഭിനേതാക്കളാണ്. പക്ഷെ അഭിനേതാവ് ആരാണ്? അത് നമുക്ക് സ്പഷ്ടാകണം. ഞാനാണ് അഭിനേതാവ്. ഞാനാര്? ഞാൻ ആത്മാവാണ് അഭിനേതാവ്. ഈ ശരീരം എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ വസ്ത്രമാണ്, കോസ്റ്റ്യൂമാണ്. ഇതുപയോഗിച്ച് സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ ഏതാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന ശരീരമാകുന്ന വസ്ത്രം, അതുപയോഗിച്ച് ഈ നാടകത്തിൽ നമ്മൾ ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുകയാണ്. അർത്ഥം, ഇത് നമ്മുടെ നാടകശാലയാണ്, കർമ്മക്ഷേത്രമാണ്. ഈ കർമ്മക്ഷേത്ര അഥവാ കളിസ്ഥലം, ഇവിടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാർട്ട് അഥവാ നമ്മുടെ കളി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക, അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സാധാരണ പറയാറില്ലേ, നാടകശാലയിലേക്ക് വരുന്നു, നാടകം കളിക്കുന്നു. പക്ഷെ നാടകം പൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ എവിടുന്നാണോ നാടകം കളിക്കാൻ വന്നത് അവിടേക്ക് നമുക്ക് തിരിച്ചു പോകണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ആത്മാവിന് ഇത് നാടകശാലയാണ്, ഈ ശരീരം കോസ്റ്റ്യൂമാണ്, കിട്ടിയ പാർട്ട് അഭിനയിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആത്മാവ് ഈ പാർട്ട് അഭിനയിക്കാൻ വേണ്ടി എവിടെ നിന്ന് വന്നു? ആത്മാവിന്റെ യഥാർത്ഥ നിവാസസ്ഥാനം ഏതാണ്? അതിനെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവ് വേണം. എങ്കിലും മാത്രമേ ആത്മബോധത്തിലിരിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തില് ആത്മാവിന്റെ ഒറിജിനൽ നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ, ആത്മാവിന്റെ സ്വതസിദ്ധമായ ഗുണങ്ങളെ അനുഭവം ചെയ്യാൻ ആത്മാവിന്റെ ആ ഒറിജിനൽ നിവാസ സ്ഥാനത്തെ കുറിച്ചുള്ള തിരിച്ചറിവ് ഏറ്റവും പ്രധാനമാണ്. ഇത് നമ്മുടെ നാടകശാലയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആത്മാവ് ഈ നാടകശാലയിൽ നാടകം കളിക്കാനായിട്ട് എത്തിയത് ആത്മാവ് ആത്മലോകത്ത് നിന്നാണ്. സാധാരണ നമ്മൾ പറയാറില്ലേ, സോൾ വേൾഡ്, ആത്മലോകം അല്ലെങ്കിൽ ബ്രഹ്മലോകം. ഇതെല്ലാം യഥാർത്ഥത്തിൽ ആത്മാവിന്റെ നിവാസസ്ഥാനത്തെ കുറിക്കണം. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മൾ ഈ നാടകശാലയിൽ നമുക്ക് ഓരോരുത്തർക്ക് കിട്ടിയിരിക്കുന്ന പാർട്ട് അഭിനയിക്കുന്നതിൻ്റെ ഇടയിൽ പലപ്പോഴും നമുക്ക് തോന്നാറുണ്ടല്ലോ, ജീവിതത്തിൽ ദുഃഖവും അശാന്തിയോ ടെൻഷനോ ഒക്കെ വർദ്ധിക്കുമ്പോൾ ചിലപ്പോൾ പറയാറില്ലേ, ഹോ മതിയായി, എവിടുന്ന് പോയാൽ മതിയായിരുന്നു, ഭഗവാനെ എന്നെ നീ അങ്ങ് കൂട്ടിക്കൊണ്ടുപോ, എന്തിനാണ് ഇവിടെ ഇട്ടിരിക്കണേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. എൻ്റെ അർത്ഥം എന്താണ്? ഉള്ളിൻ്റെ ഉള്ളില് അന്തരാത്മാവിന് നമുക്ക് ഓരോരുത്തരുടെയും ഉള്ളില് ഈ ഒരു ചെറിയ അവബോധം ഏതോ ഒരു കോണിലുണ്ട്. ഇത് നമ്മുടെ നാടകശാല മാത്രമാണ്. ഇവിടെ നമ്മൾ നാടകം കളിക്കാൻ വന്നവര് മാത്രമാണ്. ഇത് നമ്മുടെ വീടല്ല. നമ്മുടെ വീട് മറ്റെവിടെയോ ആണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ നാടകശാലയിലേക്ക് വന്നത്. ഈ നാടകശാലയെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ത്രിലോകങ്ങളുടെ ജ്ഞാനം ആവശ്യമാണ്. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകശാല കർമ്മക്ഷേത്രം, ഇതിനെയാണ് സാകാര ലോകം എന്ന് പറയണം. സാകാര സൃഷ്ടി, കോർപ്പറിയൽ വേൾഡ്. കോർപ്പറിയൽ വേൾഡ് അർത്ഥം ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാവും ശരീരമാകുന്ന വസ്ത്രത്തിനുള്ളിലിരുന്ന് നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകശാല, പ്രകൃതി, 5 തത്വങ്ങള്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങള്, നീലാകാശം, ഇവയെല്ലാം ചേരുന്ന ഈ നാടകശാല, ഇതിനെ നമ്മൾ യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചം എന്ന് പറയും. അതാണ് ഈ നാടകത്തില് നമ്മൾ ഈ നാടകശാല എന്നതുകൊണ്ട് ഉദ്ദേശിക്കണം. ഇതിനെ സാകാര സൃഷ്ടി, മനുഷ്യ സൃഷ്ടി അല്ലെങ്കിൽ മനുഷ്യലോകം എന്നെല്ലാം പറയും. ഇതിനെയാണ് നമ്മൾ നാടകശാല എന്നും വിളിക്കുന്നത്. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളും വേണം. കാരണം അവര് ചേർന്നാണല്ലോ ഈ നാടകശാലയ്ക്ക് നമുക്ക് വേണ്ടുന്ന ശബ്ദവും വെളിച്ചവും എല്ലാം തന്നുകൊണ്ടിരിക്കണം. സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഈ നാടകശാലയ്ക്ക് പറയുന്ന പേരാണ് സാകാര ലോകം. ഈ സാകാര ലോകത്തിനുപരി ഈ നീലാകാശം ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഈ നീലാകാശത്തിനുപരി കാണുന്നത് അതിസൂക്ഷ്മമായ വെളുത്ത നിറത്തിലുള്ള ഒരു ലെയർ. ആകാശത്തിന്റെ ഉപരിയായിട്ടുള്ള നീലാകാശത്തിനുപരി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകാശതത്വം കുറച്ചു ദൂരം വെളുത്ത നിറത്തിൽ കാണും. അതിനെയാണ് സൂക്ഷ്മ ലോകം അഥവാ സബ്റ്റിൽ വേൾഡ് അഥവാ മാലാഖകളുടെ നാടെന്നെല്ലാം പറയണേ. അതിനുപരി ആകാശം പോളാറാണല്ലോ, ആകാശത്തിന്റെ അനന്തതയിലേക്ക്, അതായത് മനുഷ്യനും മനുഷ്യന്റെ സയൻസിനും ചെന്ന് എത്തിച്ചേരാൻ കഴിയാത്ത ആകാശത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെയാണ് നിശബ്ദതയുടെ ലോകം, അതായത് ശബ്ദമില്ലാത്ത
ചലനമില്ലാത്ത, നാടകമില്ലാത്ത നിശബ്ദമായ ലോകം. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഗോൾഡൻ റെഡ് കളറിൽ ഈ കാവ്യ നിറത്തിൽ കാണുന്ന മൂന്നാമത്തെ ഫ്ലോർ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സാകാര സൃഷ്ടി മനുഷ്യലോകം ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിൽ സൂക്ഷ്മലോകം അതിനെ സെക്കൻഡ് ഫ്ലോർ ആയിട്ട് നമുക്ക് എടുക്കാം. തേർഡ് ഫ്ലോറാണ് യഥാർത്ഥത്തിൽ ഈ കാവ്യ നിറത്തിൽ കാണപ്പെടുന്ന ബ്രഹ്മലോകം, നിശബ്ദതയുടെ ലോകം. ഇവിടെ സൈലൻസ് ആണ്, ബസ് സൈലൻസ് മാത്രം, ശാന്തി 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 മാത്രം. അതായത് ആത്മാവ് നക്ഷത്ര സമാനം. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓരോന്നും കാണുന്നത് ആത്മാക്കളെയാണ്, സ്റ്റാർ പോലെ കാണുന്നത് അതിസൂക്ഷ്മമായ ആത്മാക്കള്. ആത്മരൂപത്തില് നമ്മൾ നമ്മുടെ ഒറിജിനൽ ഫോമില് സർവാത്മാക്കളും ഇന്ന് ഈ ഭൂമിയിൽ 650 കോടി അല്ലെങ്കിൽ 700 കോടി മനുഷ്യരുണ്ട്. അർത്ഥം ഈ 700 കോടി ആത്മാക്കളാണ്. ഈ 700 കോടി ആത്മാക്കളും ഈ കാവ്യ നിറത്തിൽ കാണപ്പെടുന്ന ഈ ആകാശതത്വത്തില് ബ്രഹ്മലോക നിവാസികളായിരുന്നു. അവിടെ നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഇരുന്നത്, ആത്മാവ് അതിന്റെ സ്വധർമ്മത്തിലിരുന്നത് ഈ ബ്രഹ്മലോകത്തിലാണ്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന നിശബ്ദതയുടെ ലോകം. ഈ നിശബ്ദതയുടെ ലോകത്തില് സ്റ്റാർ പോലെ കാണപ്പെടുന്ന നമ്മൾ ഓരോ ആത്മാക്കളും ആ പീസ്ഫുൾ വേൾഡിൽ നിന്നും ശാന്തിധാമം, അതാണ് ശരിക്കും നമ്മൾ പറയാറില്ലേ മുക്തി അവസ്ഥ. മുക്തി അർത്ഥം എന്താണ്? മുക്തി അല്ലെങ്കിൽ മോക്ഷം എന്നെല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മൾ ആത്മാക്കൾ ഈ വീട്ടില് ഈ ശാന്തി, ഇതിനെ ശാന്തിധാമം എന്ന് പറയാറുണ്ട്. ശാന്തി നിറഞ്ഞ വീട്, നിരാകാര ലോകം എന്നും പറയാറുണ്ട്. കാരണം എന്താണ്? ആത്മലോകമാണത്, നിരാകാര രൂപമാണ് ആത്മാവിൻ്റെത്. ഇൻകോർപ്പറിയൽ വേൾഡ് എന്ന് പറയും ഇതിനെ, ഈ ആത്മലോകത്തെ. കാരണം ആത്മാവ് ജസ്റ്റ് സ്റ്റാർ രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. ശരീരം ഇല്ല, കോർപ്പറിയൽ ആയിട്ടുള്ള സാകാര ശരീരം ഇല്ലാത്തത് കൊണ്ടാണ് ആത്മാവ് അതിന്റെ ഒറിജിനൽ ഫോമിൽ വീട്ടിലിരിക്കുന്നത് കൊണ്ടാണ് അതിന് നിരാകാര ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിരാകാര ലോകത്തില് ശാന്തി നിറഞ്ഞ അവസ്ഥയില്, പരമമായ ശാന്തിയില് നമ്മൾ ആത്മാക്കളെല്ലാം, സർവാത്മാക്കളും, നമ്മൾ ആത്മാക്കളെല്ലാവരും തന്നെ നമ്മളുടെ നാടകശാലയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഇവിടെയാണ് ഇരുന്നത്. ഈ ശാന്തി നിറഞ്ഞ സ്ഥിതിയില് ആത്മാക്കളെല്ലാവരും പരമാത്മാ പിതാവിനോടൊപ്പം നിവസിക്കുന്ന സ്ഥാനം, നമ്മുടെ നിവാസ സ്ഥാനമാണ് ബ്രഹ്മലോകം. അതിനെ തന്നെയാണ് ആത്മലോകം, പരലോകം എന്നെല്ലാം പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ആ പരലോകത്തുനിന്ന്, ശാന്തി നിറഞ്ഞ ആ ലോകത്തുനിന്നാണ് നമ്മളെല്ലാവരും ഈ നാടകശാലയിലേക്ക് ഇവിടേക്ക് എത്തിച്ചേർന്നു. ആ നാടകശാലയിലേക്ക് എത്തിച്ചേർന്നു അർത്ഥം ആത്മാവിന്റെ സ്റ്റാർ രൂപത്തില് ഈ സൃഷ്ടി നാടകത്തിലേക്ക് വന്നിട്ട് അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് നമുക്ക് ശരീരം കിട്ടി. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആത്മാവ് ശരീരത്തിനുള്ളിലിരുന്ന് സ്ത്രീ പുരുഷൻ ഏതാണോ നമുക്ക് കിട്ടിയ ശരീരം, ഓരോരുത്തർക്കും കിട്ടിയ നാടകത്തിന്റെ പാർട്ട് അനുസരിച്ച് സ്ത്രീയുടെ പുരുഷന്റെയോ ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് ഹിന്ദുവോ മുസൽമാനോ ആയിട്ട്, അല്ലെ ക്രിസ്ത്യനോ ബൗദ്ധിയോ ആയിട്ട്, ഇന്ത്യക്കാരനായിട്ടോ അമേരിക്കക്കാരനായിട്ടോ നമ്മൾ ഓരോരുത്തരും ഈ നാടകശാലയിൽ നമ്മുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ നാടകശാലയിൽ നമ്മുടെ പാർട്ട് അഭിനയിക്കാൻ വന്ന സമയത്ത് ഈ നാടകശാല നമ്മൾ ഓരോരുത്തരും പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടകശാലയിൽ നമ്മുടെ നാടകം എങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കണം അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തില്, അതായത് നാടകശാലയില് ഈ സൃഷ്ടിയാകുന്ന ചക്രത്തില്, ഇത് ചക്രരൂപത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഭൂമിയില് നമ്മൾ എങ്ങനെയാണ് നാടകം കളിക്കണം, നാടകം എങ്ങനെയാ കളിച്ചു വന്നത്. ആത്മാവ് വീട്ടിൽ നിന്ന് വന്നു, നാടകശാലയിലേക്ക് വന്നു, അമ്മയുടെ ഗർഭത്തിലേക്ക് പോയി, നമുക്ക് ശരീരം കിട്ടി, നമ്മൾ പുറത്തു വന്ന് നമ്മുടെ നാടകം ആരംഭിക്കുന്ന സമയത്ത് നാടകശാല എങ്ങനെയായിരുന്നു, നമ്മുടെ നാടകം എങ്ങനെയായിരുന്നു, നമ്മുടെ ചിന്ത എങ്ങനെയായിരുന്നു, വാക്ക് എങ്ങനെയായിരുന്നു, കർമ്മം എങ്ങനെയായിരുന്നു, അത് നമുക്ക് ഈ ചിത്രത്തിലൂടെ, ഈ സൃഷ്ടിചക്രം, അതായത് ഈ സൃഷ്ടി ഒരു ചക്രം പോലെ നമ്മൾ ഈ നാടകശാലയിൽ നമ്മുടെ ജീവിത ചക്രം എങ്ങനെയാ കറങ്ങി വന്നത്, അതാണ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് സാധാരണ പറയാറില്ലേ, ഒരു നാടകം എന്ന് പറയുമ്പോൾ ആ നാടകം നമുക്ക് നടിക്കാൻ ഒരു നിശ്ചിത സമയമുണ്ട്, നാടകം അഭിനയിക്കാൻ നമുക്ക് നാടകശാല വേണ്ടേ. അപ്പൊ ഈ സാകാര സൃഷ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ നാടകശാലയില് നമുക്ക് ഈ ശരീരമാണ് നാടകം അഭിനയിക്കാൻ കിട്ടിയിരിക്കുന്ന വേഷം.
അല്ലേ? അതേപോലെ നമ്മൾ ഓരോ ആത്മാവിലും നമുക്ക് നാടകത്തിൽ എന്താണോ അഭിനയിക്കേണ്ട പാർട്ട് അത് പ്രീ റെക്കോർഡഡ് ആയിട്ടുണ്ട്. ആ റെക്കോർഡഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ ഈ കോസ്റ്റ്യൂം ഉപയോഗിച്ച് അഭിനയിക്കുകയാണ്. അഭിനേതാവ് ആത്മാവാണ്. ഈ ശരീരം നമുക്ക് അഭിനയിക്കാൻ കിട്ടിയ വസ്ത്രമാണ്. നമുക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള രംഗവേദി, നാടകശാല, ഈ ഭൂമി, ആകാശം, വായു, വെള്ളം, അഗ്നി, 5 തത്വങ്ങളും ചേർന്ന് മനോഹരമായിട്ട് ഈ നാടകശാല തയ്യാറാക്കിയിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചേർന്ന് നമുക്കിവിടേക്ക് വേണ്ടുന്ന വെളിച്ചവും തരുന്നുണ്ട്. അപ്പൊ ശബ്ദമുണ്ട്, വെളിച്ചമുണ്ട്, നാടകശാലയായി അഭിനയിക്കാൻ വസ്ത്രവും കിട്ടി. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാർട്ട്, ഓരോരുത്തരും അവരവരുടെ പാർട്ടി നാടകത്തിൽ അഭിനയിക്കുക. പക്ഷെ നമ്മൾ നമ്മുടെ അഭിനയം എങ്ങനെ തുടങ്ങി? അതാണ് ഈ കാലചക്രത്തില്, ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആത്മാവ് ഈ നാടകശാലയിലേക്ക് വന്ന് നമ്മൾ നാടകം ആരംഭിച്ച സമയം, നാടകത്തിന്റെ 1ാം ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നാടകത്തിന്റെ ഈ 1ാം ഭാഗത്തില്, ആ 1ാം ഭാഗത്തെ കാലചക്രത്തില് ഗോൾഡൻ ഏജ് എന്നാണ് വിളിച്ചിരുന്നത്. സത്യയുഗം എന്ന് പറഞ്ഞിരുന്നു, കൃതയുഗം എന്ന് വിളിച്ചിരുന്നു. ഗോൾഡൻ ഏജ് അർത്ഥം ഗോൾഡ് പോലെ, അതായത് ആത്മാവ് പ്യുവർ ഗോൾഡ് ആയിരുന്നു. 24 ക്യാരറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആത്മാവിൽ യാതൊരു ഇമ്പ്യൂരിറ്റിയും കറയും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് നാടകശാലയിലേക്ക് വരുമ്പോൾ ആത്മാവ് ശുദ്ധമായിട്ട്, ശാന്തമായിട്ട്, സ്നേഹവും 7 ഗുണങ്ങൾ, നമ്മുടെ അടിസ്ഥാന ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ സ്വരൂപമായിട്ടാണ് നമ്മൾ വന്നിരുന്നത്. സാധാരണ നമ്മൾ പറയില്ലേ, പഞ്ചസാര എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വരൂപം എന്ന് പറയുന്നത് മധുരമാണ്, അതിന്റെ സ്വഭാവം അല്ലെ? അതേപോലെ ആത്മാവിന്റെ സ്വധർമ്മം അല്ലെങ്കിൽ സ്വസ്വരൂപം ശാന്തിയെ, സ്നേഹം അല്ലെങ്കിൽ ശക്തി, അറിവ്, ആ സ്വസ്വരൂപത്തില്, സ്വഭാവത്തില്, സ്വധർമ്മത്തില് നമ്മൾ ഈ നാടകശാലയിൽ വന്ന് നാടകം കളിച്ചിരുന്ന സമയം, അതിനെയാണ് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിരുന്നത്. അതാണ് ഗോൾഡൻ ഏജ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ആ ഗോൾഡൻ ഏജ് കാലഘട്ടത്തില് മനുഷ്യൻ ഈ നാടകശാലയിൽ നാടകം കളിച്ചിരുന്ന സമയത്ത് നമ്മളിൽ കാണപ്പെട്ടത് നമ്മളിലെ ആ പ്യുവർ സംസ്കാരമാണ്. ചിന്തയിലും വാക്കിലും കർമ്മത്തിലെല്ലാം പ്യൂരിറ്റി, അതായത് ആത്മബോധത്തിൻ്റെതായ തിളക്കമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോ നമുക്ക് ശരീരമുണ്ട്, നാടകം നമ്മൾ കളിച്ചുകൊണ്ടിരുന്നുവെങ്കിലും ഈ ശരീരമാണെന്നുള്ള ബോധം നമുക്കുണ്ടായിരുന്നില്ല. പകരം ആത്മാവാണെന്നുള്ള ബോധത്തിലിരുന്നാണ് നമ്മളവിടെ നാടകം കളിച്ചത്. ആത്മബോധത്തിലിരുന്ന് ഈ ശരീരം ഉപയോഗിച്ച് നാടകം കളിച്ചിരുന്ന ആ സമയം, അതിനെയാണ് ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞത്. അതിനുശേഷം കാണിച്ചിരിക്കുന്ന നാടകത്തിന്റെ 2ാം ഭാഗം, ഇത് ത്രേതായുഗം എന്നറിയപ്പെട്ടു. നമ്മൾ ഗോൾഡൻ ഏജിൽ നിന്ന് സിൽവർ ഏജിലേക്ക് വരികയാണ്. അതായത് ആത്മാവിന്റെ ആ ഗോൾഡ് അവസ്ഥ, പ്യൂരിറ്റി, 24 ക്യാരറ്റിൽ നിന്ന് ആത്മാവിന്റെ ആ സ്ഥിതി, ആത്മാവിന്റെ ഒറിജിനാലിറ്റി, നാച്ചുറൽ നേച്ചർ, ആത്മാവിന്റെ ജന്മങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ആത്മാവിന്റെ ആ നാച്ചുറാലിറ്റി കുറയാൻ തുടങ്ങി. ആത്മബോധത്തില് നമ്മൾ സത്യയുഗത്തില് ജീവിതം നാടകം അഭിനയിച്ചതുപോലെ തന്നെ ത്രേതായുഗത്തിലും ആത്മബോധത്തിൽ തന്നെയാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. ആത്മബോധാർത്ഥം ശരീരമുണ്ട്, ആത്മാവുണ്ട്. പക്ഷെ ഇന്നത്തെ നേരെ തിരിച്ചുള്ള കോൺഷ്യസ്. ഇന്ന് നമുക്ക് എങ്ങനെയാണ്? ശരീരമുണ്ട്, ആത്മാവുണ്ട്. പക്ഷെ ബോധം എന്താ? നമ്മളെല്ലാവരും ജീവിക്കുന്നത് ശരീരമാണെന്നുള്ള ബോധത്തെ. ഞാൻ ശരീരമാണ്, എൻ്റെ ശരീരത്തിലൊരു ആത്മാവുണ്ട്. ആ ബോധത്തില് നമ്മളെല്ലാവരും ഓടി നടക്കണേ. പക്ഷെ ഇതിന്റെ നേരെ തിരിച്ചുള്ള കോൺഷ്യസ്നെസ്, അതായത് നമ്മുടെ റിയൽ കോൺഷ്യസ്നെസ്, ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ്. അങ്ങനെ പ്യുവർലി സോൾ കോൺഷ്യസ്നെസ്സില് നമ്മൾ നമ്മുടെ ജീവിതം നയിച്ചിരുന്ന, അഥവാ നാടകം കളിക്കുമ്പോഴും കർമ്മക്ഷേത്രത്തിലിരുന്ന കാര്യവ്യവഹാരങ്ങൾ ചെയ്യുമ്പോഴും സത്യയുഗവും ത്രേതായുഗവും കാലചക്രത്തില് നാടകശാലയുടെ 1ാം ഭാഗവും 2ാം ഭാഗത്തിലും നമ്മൾ സോൾ കോൺഷ്യസ്നെസ്സിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ആ സമയത്ത് നമ്മുടെ കർമ്മങ്ങളും ന്യൂട്രൽ ആക്ഷൻ ആയിരുന്നു. അതിനെ അകർമ്മം എന്ന് പറയും. പാപപുണ്യത്തിന്റെ ശേഖരണം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, ആത്മബോധത്തിലായിരുന്നു. അതുകൊണ്ട് ആരിൽ നിന്നും യാതൊരു തെറ്റുകളും ഉണ്ടായിരുന്നില്ല. വീണ്ടും കാലചക്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാലചക്രം കറങ്ങവേ നാടകത്തിന്റെ 1ാം ഭാഗവും കഴിഞ്ഞ് 2ാം ഭാഗവും കഴിഞ്ഞ് കാലചക്രം തിരിഞ്ഞ് ഇടത് ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ചക്രത്തിൽ നമ്മൾ കാണുന്നത് ദ്വാപരയുഗമാണ്.
ദ്വാപരയുഗ സമയമാണ് നമ്മളുടെ കോൺഷ്യസ് ഷിഫ്റ്റ് നടക്കുന്നത്. അതായത് നമ്മൾ ആത്മബോധത്തിൽ നിന്ന് ശരീരബോധത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയത് ദ്വാപരയുഗം മുതൽ. നാടകം കളിച്ചുകൊണ്ടിരിക്കെ നമ്മൾ നാടകം കളിച്ച് എന്ത് സംഭവിച്ചു? ആത്മാവിന് ഈ ശരീരത്തിലിരുന്ന് നാടകം കളിച്ച് ആത്മാവ് ഈ ശരീരവുമായി അങ്ങ് താതാത്മ്യം പ്രാപിച്ചു പോയി. ഇതിന് കിട്ടിയ ശരീരം, ഞാൻ സ്ത്രീയുടെ ശരീരമാണെങ്കിൽ ഞാൻ സ്ത്രീയാണെന്നുള്ള ബോധത്തില്, ഞാൻ അമ്മയാണെന്നുള്ള ബോധം, അല്ലെങ്കിൽ ഞാൻ ഹിന്ദുവാണെന്നുള്ള ബോധം, അല്ലെങ്കിൽ ഞാൻ മുസൽമാനാണെന്നുള്ള ബോധം, ഞാൻ വെളുത്താളാണ്. അതായത് ഈ ശരീരത്തിന് എന്ത് റോളാണോ ആത്മാവിന് ഈ ദേഹവുമായി ബന്ധപ്പെട്ട് കിട്ടിയത് നാടകം കളിക്കാൻ, ആ കിട്ടിയ നമ്മുടെ റോളുമായിട്ട് ആ റോൾ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എൻഡാങ്കിളായിപ്പോയി, അതിൽ കെട്ടപ്പെട്ടു പോയി നമ്മൾ. അതാണ് ദ്വാപരയുഗം മുതൽ സംഭവിച്ചത്. അപ്പൊ ആത്മാവാണെന്നുള്ള ബോധം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പകരം എന്തായി? ഈ ശരീരമാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും എല്ലാം ദ്വാപരയുഗത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ബോഡി കോൺഷ്യസ്നെസ്സിലിരുന്നു, ദേഹബോധത്തിലിരുന്നുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കണം, നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കൂ. നമ്മള് ആത്മാവാണ്, അതാണ് സത്യബോധം. അത് കൈവിട്ടിട്ട് ഞാൻ ശരീരമാണെന്നുള്ള ബോധത്തിൽ കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? നമ്മുടെ കാഴ്ചപ്പാട് ടോട്ടലി ചേഞ്ച് ആകും. ഞാൻ ആത്മാവാണെന്നെ സ്ഥാനത്ത് ഞാൻ ശരീരമാണ്, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്, ഹിന്ദുവാണ്, മുസൽമാനാണ്, ആ കോൺഷ്യസ്നെസ് നമ്മളെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ എന്തായി? അതിനനുസരിച്ച് നമ്മൾ കാമിയും ക്രോധിയും ലോഭിയും മോഹിയും അഹങ്കാരിയുമാകാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ കർമ്മങ്ങള് ഈ വികാരങ്ങളാൽ വശംവദമായി നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ കർമ്മങ്ങളെയാണ് വികർമ്മങ്ങളെന്ന് പറയുന്നത്, പാപകർമ്മങ്ങൾ. അപ്പൊ ദ്വാപരയുഗം മുതല് ശരീരബോധത്തിലേക്ക് വന്ന് നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്ത കർമ്മങ്ങളെയാണ് വികർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് നാടകത്തിന്റെ 3-ാം ഭാഗത്തിൽ സംഭവിച്ചത്. ദ്വാപരയുഗത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ 3-ാം ഭാഗം നാടകത്തിൽ നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഈ 3-ാം ഭാഗത്തിലെത്തി, ദേഹബോധത്തിലെത്തിയ നമ്മൾ 3-ാം ഭാഗം പൂർത്തിയാക്കി വീണ്ടും 4-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദ്വാപരയുഗത്തിന് ശേഷം അടുത്ത യുഗം, ഈ നാടകശാല ദ്വാപരയുഗത്തിന് ശേഷമുള്ള സമയം കലിയുഗം എന്നറിയപ്പെടാൻ. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, കലിയുഗം. അപ്പൊ കലിയുഗത്തിൽ വന്നപ്പോ എന്ത് സംഭവിച്ചു? ഇന്ന് നമ്മളെല്ലാം കലിയുഗവാസികളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പൂർണ്ണമായിട്ടും ബോഡി കോൺഷ്യസിലേക്ക്, ശരീരബോധത്തിലേക്ക് വന്നു. പൂർണ്ണമായിട്ടും ആത്മബോധം നമുക്ക് തികച്ചും അന്യമായി പോയി. അപ്പൊ പൂർണ്ണമായിട്ടും ബോഡി കോൺഷ്യസിൽ വന്ന് ആ ദേഹബോധത്തിനടിമയായിട്ട് സമ്പൂർണ്ണ വികാരികളായിട്ടുള്ള ജീവിതമാണ് ഇപ്പൊ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പെരുമാറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്പൂർണ്ണ വികാരി ജീവിതത്തിലേക്ക് വന്നതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികർമ്മങ്ങൾ, പാപകർമ്മങ്ങള്, അക്രമങ്ങള്, അധർമ്മങ്ങള്, അനീതികള്, അഴിമതികള്, എല്ലാ തെറ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആത്മബോധം നഷ്ടപ്പെട്ടതിന്റെയും ശരീരബോധത്തിലേക്ക് പൂർണ്ണമായും നമ്മൾ വഴുതി വീണതിന്റെയും തെളിവാണ്. അങ്ങനെ കലിയുഗത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാടകശാലയിലെ നമ്മുടെ കർമ്മങ്ങളെല്ലാം തന്നെ ദ്വാപരയുഗത്തിലെ വികർമ്മങ്ങൾ ആരംഭിച്ചുവെങ്കിൽ കലിയുഗമാകുമ്പോഴേക്കും നമ്മൾ പൂർണ്ണമായും വികർമ്മികളായിട്ട് മാറി. അതാണ് നാടകത്തിന്റെ 4-ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. പൂർണ്ണമായും നമ്മൾ വികർമ്മങ്ങള്, പാപകർമ്മങ്ങള് ചെയ്യാൻ തുടങ്ങി. ഇപ്രകാരം ഈ 4 യുഗങ്ങളിലെ നമ്മൾ നമ്മുടെ ഈ നാടകശാലയില് നമ്മുടെ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയില് ആണ് വീട്ടിൽ നിന്ന് നാടകശാലയിലെത്തിയ നമ്മൾ ആത്മാക്കള് ഈ 4-ാമത്തെ യുഗത്തിലെത്തുന്നതോടുകൂടി കാലചക്രം പൂർത്തിയാകാണ്. നാടകം നമ്മുടെ ഇവിടെ പൂർത്തിയാക്കുകയാണ്. നാടകം പൂർത്തിയായി കഴിയുമ്പോൾ നമുക്ക് ആത്മാക്കൾക്ക് എല്ലാവർക്കും നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകണം. എവിടുന്ന വന്നത്? സോൾ വേൾഡ്. അവിടെ നിന്നാണ് നാടകം കളിക്കാൻ ഇവിടെ എത്തിയത്. വന്നത് എങ്ങനെയാണ്? ഒറിജിനൽ സ്റ്റേജില്, ആത്മാവിന്റെ സ്വധർമ്മത്തില്. അപ്പൊ എങ്ങനെ നമ്മൾ വന്നു അതേപോലെ നമുക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിവിടെ വന്ന് നാടകം കളിച്ച് കലിയുഗാന്തി എത്തിയപ്പോൾ ആത്മാവ് വളരെ അഴുക്ക് പിടിച്ചുപോയി. പതിതാത്മാവായി നമുക്ക് വീണ്ടും പാവനമായിട്ട് മാറണം. പാവനമായിട്ട് വേണം തിരിച്ചു വീട്ടിലേക്ക് പോകാൻ. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കലിയുഗത്തിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ കാണുന്നത് കലിയുഗത്തിന്റെ ലാസ്റ്റ് ടൈമിൽ കാണുന്ന ഈ ഒരു സമയം, അതായത് വർത്തമാന കാലഘട്ടം ആത്മാവിനെ പാവനായിട്ട് മാറാനുള്ള സമയമാണ്. ഈ
കലിയുഗത്തിന്റെ അഥവാ കൽപ്പാന്തകാലം എന്നാണ് പറയുന്നത്. 4 യുഗങ്ങളും കൂടെ ചേരുന്നതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ കൽപ്പാന്തകാലമാണ്. നമുക്ക് തിരിച്ചു വീട്ടിൽ പോകാനുള്ള സമയമാണ്. ഈ തിരിച്ചു വീട്ടിലേക്ക് പോകാനുള്ള ഈ സമയമാണ് നമുക്ക് വീണ്ടും നമ്മുടെ ഉള്ളില് ആ പ്യൂരിഫിക്കേഷന് വിധേയമാകേണ്ടത്. അതുകൊണ്ടാണ് ഈ സമയത്ത് രാജയോഗ മെഡിറ്റേഷൻ ഇത്രയധികം പ്രാധാന്യം. പതീതാത്മാവിന് പാവനമായിട്ട് മാറാൻ ഭഗവാൻ നൽകുന്ന ഒരേ ഒരു ഉപായമാണ് ആത്മബോധത്തിലിരുന്നുകൊണ്ട് സർവശക്തിവാനെ ഓർമ്മിച്ച് നമുക്ക് നമ്മുടെ ഉള്ളിനെ ക്ലീൻ ആക്കണം. ബ്രഹ്മമഹത്തത്വം നിത്യതത്വം ബൃഹത്തത്വം പരമോന്നതതത്വം പഞ്ചതത്വങ്ങൾക്ക് ഉപരിയാകും തത്വം പരത്തിലും പരമമാം ശിവനിരിക്കും തത്വം ബ്രഹ്മമഹത്തത്വം നിത്യതത്വം ബൃഹത്തത്വം പരമോന്നതതത്വം പഞ്ചതത്വങ്ങൾക്ക് ഉപരിയാകും തത്വം പരത്തിലും പരമമാം ശിവനിരിക്കും തത്വം ബ്രഹ്മമഹത്തത്വം